Oh. ഇതിനുള്ളിൽ 8-9 കിലോമീറ്ററാണ് നമുക്ക് ടണൽ വരുന്നത്. 9 കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് ലീക്ക് കാണുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇട്ടുന്നുണ്ട്, മേലെ ഇട്ടിട്ടുണ്ട്, സൈഡിൽ ഇട്ടുന്നുണ്ട്. അതിപ്പോൾ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം സൈഡിലൊക്കെ കണ്ടില്ല, നനവ് ഒക്കെ വെള്ളം ഇട്ടണതിൻ്റെ ഒരു ഇതാണ്. ശരിക്കും അങ്ങനെ ടണലിൽ പാടില്ലല്ലോ അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 10,000 അടി മുകളിലുള്ള ഒരു ടണലാണിത്. ഇത് ലേയിലേക്കുള്ള ഒരു വഴിയാണ്. ആദ്യമാണെന്നുണ്ടെങ്കിൽ 46 കിലോമീറ്റർ ചുറ്റിയിട്ടാണ്. ഇത് വന്നതിന് ശേഷം 46 കിലോമീറ്ററാണ് നമുക്ക് ലാഭം വന്നത്. അതായത് 5 മണിക്കൂർ ഷോർട്ടായി ഈ ഇത് വന്ന ശേഷം. ശ്വാസത്തിന് ചില പ്രശ്നം വരുന്നുണ്ട്. ഇത് 9 കിലോമീറ്ററാണ് ടോട്ടൽ ഇതിന്റെ നീളം വരുന്നത്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടണലാണിത്. അതായത് 10,000 അടി മേലപ്പുള്ളത്. ഇപ്പൊ നമ്മളിപ്പോൾ ഇതിന്റെ പുറത്തേക്കുള്ള കാഴ്ച ഉണ്ടല്ലോ, അതൊരു ഹിമാചൽ പ്രദേശിന്റെ, അതായത് മണാലിന്റെ ഒക്കെ ഒരു പ്രദേശമാണ്. പക്ഷെ അത് പ്രത്യേകമായിട്ട് കാണാൻ രസമുള്ളൊരു പ്രദേശം തന്നെ. അത് നമ്മളിത് കഴിഞ്ഞ് വരുമ്പോഴുള്ള ആ കാഴ്ച കൂടി ഒന്ന് കണ്ടാലാണ് ഈ അടൽ ടണലിന്റെ കൂടുതൽ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ. ഏകദേശം പുറത്തേക്ക് എത്താനായി. ജസ്റ്റ് എത്താനായി. ഇപ്പോൾ അതുകൊണ്ട് വിളിച്ച കുറച്ച് കൂടുതൽ എത്തി. ജസ്റ്റ് അപ്പോൾ അടൽ ടണൽ കഴിഞ്ഞ ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മൾ എന്താ പറയുക, മഞ്ഞില്ലാത്തതുകൊണ്ടുള്ള അതിൻ്റെ കുറവ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. പക്ഷേ കാഴ്ചകളുണ്ടല്ലോ, അടിപൊളി കാഴ്ചകളവിടെ കാണുന്നത്. ഇതിൻ്റെ ഇവിടെ ഈ ലേയിലേക്ക് കാശ്മീർ ഈ ഭാഗത്തേക്ക് പോകേണ്ടത് കംപ്ലീറ്റ് ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ പല ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ടണൽ തുടങ്ങുന്നത് മനസ്സിലാവുന്നില്ലല്ലേ? ഇത്ര 10 കിലോമീറ്ററാണ് ഇതിനുള്ളിൽ കൂടെ ഈ മലൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത്. 10 കിലോമീറ്റർ എങ്ങനെയാണെന്നായിരുന്നു പോകുന്നത്. 2-3 ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഈ അടൽ തന്നെ ഈ മറ്റേ ടണൽ കഴിഞ്ഞ് കുറച്ചും കൂടി വന്നാൽ തന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ വണ്ടി വരുന്നുണ്ടല്ലോ, ഇവിടെ നമുക്കൊരു പ്ലേസ് കാണാം. ഇവിടെ നമുക്ക് രാത്രി വേണമെങ്കിൽ നമുക്ക് ടെൻ്റ് ഇട്ട് കഴിയാം. ഇവിടെ ഇങ്ങനെ ഫീസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ കുറച്ച് ട്രക്ക് വാൻ ഉണ്ട് നമ്മൾ ഫുഡിൻ്റെ. നല്ല നമ്മൾ മാഗി തണുപ്പത്ത് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി തന്നെയുണ്ടോ സംഭവം മാഗി കഴിക്കണേ. പിന്നെ ഇവിടെ വെള്ളമുണ്ട്, ഈ ഒരു പുഴ പോകുന്നുണ്ട് അടുത്തേക്ക്. നല്ല അടിപൊളി, നല്ല തണുത്ത വെള്ളം. കുറച്ചും കൂടി വന്ന് നോക്കല്ലേ.
അടിപൊളി. ഈ ഗ്ലാസ് എവിടെയും കാണാത്ത സംഭവമാണ്. ഇവിടെ കുറച്ച് ഗ്ലാസും പ്ലാസ്റ്റിക് കാണുന്നുണ്ട്. സാധാരണ ഇതായിരിക്കും ഈ മണലിലോ അല്ലെങ്കിൽ സിമ്പിളിലോ ക്ലീനിങ്ങിന് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ കാണുന്നുണ്ട് കുറച്ച്. അത് തോന്നിൻ്റെ ഒരു കുടരയാ മനസ്സിലാവില്ല. ഇവിടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോനെ ഐസായി പോയിട്ട് കൈ അടിപൊളി തണുപ്പ്. അടിപൊളി തണുപ്പ്. എന്താ പറയുക, മഞ്ഞുരുക്കി വരുന്ന വെള്ളമല്ലേ. മുന്നാ വെള്ളത്തിൽ തൊട്ടേക്കാ തൊട്ടേക്ക. തണുക്ക് ഭയങ്കര ചൂട് വെള്ളത്തിന്. തൊട്ടേക്കാ സ്പ്രിങ് ആയി വരില്ല. തൊട്ടേക്കടേ എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാ. മേലേക്ക് പോവാ. 12 കിലോമീറ്റർ പോകാണ്ട്. റോഹങ്ക പാസിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ നമ്മള്. ഇനി 6 കിലോമീറ്ററാണ് വരുന്നത്. ഈ പാസിലേക്ക് പോണ വൈകാൻ നമ്മൾ കണ്ടില്ല. ഇവിടെ ഫുള്ള് ടെൻറ്റ് റൂമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ടെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടാം. അവിടെ പെർമിഷൻ വാങ്ങി ചില പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ തന്നെ ടെൻറ്റിങ് ഇതാണ്. റൂം എടുക്കാതെ ഫുള്ള് ടെൻറ്റ്. ഈ സാധനം ഇവിടെ റൂം ടെൻറ്റിങ്, അപ്പുറത്തേക്ക് ടെൻറ്റ്, പിന്നെ അല്ലാതെ തന്നെ ചെറിയ ചെറിയ ഹോം സ്റ്റേ മാതിരിയുള്ള റൂംസ്. ഇതെന്താണ് ഇത്? ബാത്റൂമെന്ന് തോന്നുന്നു അല്ലേ. ഇത് ടോയ്ലറ്റ്. ടോയ്ലറ്റ് തുടങ്ങി. ഇത് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണോ ഫ്രീ ആണോ ടോയ്ലറ്റ് എന്നുള്ളത്? മണ്ണിലേക്ക് ഇവിടുന്ന് മറ്റേ റോഹങ്ക പാസിലേക്ക് പോകണമെങ്കിൽ പാസ് വേണം. അത് ഞാൻ അറിയില്ല. ഇവിടെ വന്ന് പറഞ്ഞത് 550 രൂപ വേണമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ബോർഡറിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പോവാം. 550 കൊടുത്തിട്ട് പാസ് ഓൺലൈനിൽ എടുക്കുക, പിന്നെ ഓഫ്ലൈനും എടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ട് നോക്കാം എത്രയാണ് എങ്ങനെയാണെന്നുള്ളത്. और डॉक्यूमेंट्स कुछ चाहिए गाड़ी का? कुछ नहीं चाहिए ना. वो ये क्या केरला? नहीं, मोबाइल का नेटवर्क जियो नहीं तो टिकट करो, ऑनलाइन करो अपने पहले खुद करता है. मैं उधर से करेगा, मुझे जल्दी करा था ना. जल्दी जाना. हाँ इधर से करेगा, मुश्किल नहीं. इधर है ना. जाओ वो देखेगा. हाँ भाई बाबा वो गूगल पे करना सर കുഴപ്പമില്ല. പോലീസ് അസിസ്റ്റൻസ് സെൻറ്റർ പോയ കിടങ്ങാന്നുള്ളത്. അവിടെ ക്യാമറ പറ്റില്ലാറില്ല. ഞാൻ ക്യാമറ തൽക്കാലം മാറ്റിക്കൊണ്ട് പറഞ്ഞത്. അപ്പം നോക്കട്ടെ, നോക്കിക്കോ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഓ വെബ്സൈറ്റ് ആയ പോലെ ഹോം സ്റ്റേസ് പേയ്മെൻറ്റ് അവിടുന്ന് ചെയ്യാൻ നോക്കിയിട്ട് ബാക്കിയൊക്കെ ഡീറ്റെയിൽ വണ്ടിയിലൊക്കെ കൊടുത്ത് എല്ലാം ഓക്കെ. പക്ഷെ പേയ്മെൻറ്റ് ഗേറ്റ്വേ മാത്രം ഒന്നാവുന്നില്ല. 2 കാർഡിൽ നോക്കി കഴിയുന്നില്ല. പിന്നെ ഡയറക്റ്റ് എടുക്കാൻ പോയിട്ട് നേരത്തെ കണ്ടല്ലോ, നേരത്തെ എടുക്കാൻ പോയിട്ട് അവർ ഇത് ഓൺലൈനിൽ നിന്ന് ചെയ്യാനാണ് പറഞ്ഞത്. ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും, എന്താ പിന്നെ തരാൻ ഞാൻ മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ അവിടുത്തെ നിൽക്കുന്ന പോലീസിനോട് പറഞ്ഞു കാര്യം എന്താ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ലോങ് വന്നല്ലേ. അപ്പോൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, മേലെ പോയിക്കോ, ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് അവിടെ കൊടുക്കാം, ചിലപ്പോൾ പറ്റും, കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പാസിലേക്ക് കയറുകയാണെങ്കിൽ ഇപ്പോൾ 4 കിലോമീറ്റർ മേലുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് അവിടെ ഉള്ളത്, അവിടെ പോയിട്ട് എന്താക്കണം, 550 രൂപ നമ്മൾ അടക്കണം. അടിച്ചതിന് ശേഷം അങ്ങോട്ട് പോകേണ്ടി. സാധാരണ ഇത് താഴ്ന്ന് നമ്മൾ നോക്കിയിട്ട് വരണം. എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ പൈസ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലായി. പക്ഷേ നെറ്റ്വർക്ക് ഫുൾ റേഞ്ചോടെ കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. ചിലപ്പോൾ സെർവർ ബിസി ആയിരിക്കും. ഇതേമാതിരി തന്നെ നമുക്ക് മറ്റേ ഇവിടെ നിന്നുണ്ടായിരുന്നു, ലാൽബാഗിൽ നിന്നും മറ്റേ റെഡ് ഫോർട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കഴിഞ്ഞില്ല. ഉള്ളിൽ പോയപ്പോൾ അവർക്ക് ടിക്കറ്റിൻ്റെ ഇത് കാർഡ് കൊടുത്തപ്പോൾ അതും അവർ അക്സെപ്റ്റ് ചെയ്തില്ല, ക്യാഷ് കൊടുക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് പോയി നോക്കാം. ഏതായാലും യാത്ര ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോവാം. നോക്കാം. നമ്മളെത്തി ഏകദേശം. ഇങ്ങനെ കിടക്കണ ഐസ് ഉണ്ടെങ്കിൽ ഐസ്
ഐസ് ഉണ്ടോ ഒരു കയറണ്ടോ നീ അല്ല നമുക്ക് വരുമ്പോൾ നോക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് നോക്കാം നമുക്ക് ഇനി 12 കിലോമീറ്റർ ഉള്ളൂ നമ്മളിപ്പോൾ 16 കിലോമീറ്റർ ഇപ്പം മേലേക്ക് നമ്മൾ കിലോമീറ്റർ സോറി 14 ഫീറ്റൊക്കെ എടുത്ത് അവിടെ ഐസ് കുറേ ആൾക്കാർ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ചവിടല്ലേ അവിടെ ഇതൊക്കെ ഐസൊക്കെ അതാ നമുക്ക് ആ ചെറുകിനെ കാണാൻ പറ്റുട്ടോ അവിടെ ഐസ് ഉണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ നമുക്ക് ഇതാക്കാം ഈ റോങ്ക പാസിൻ്റെ മേലപ്പം നമ്മളുള്ളത് ഇവിടെ ഒരു ശിവൻ്റെ പാർവതിൻ്റെ ഒരു ഫോട്ടോ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു വിഗ്രഹം വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ടെമ്പിളുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിർത്തി പോണേ അതിനോട് തന്നെ ഇവിടെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ട്രക്ക് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അടിപൊളി പ്ലേസ് അപ്പോൾ അതൊക്കെ ഒരു 12 കിലോമീറ്റർ കൂടി മേലെ പോയേക്കാം ഒന്നുകൂടി പക്ഷെ ബോർഡും കാര്യങ്ങളൊന്നും കേട്ടോ അഡൽട്ടന് വരുന്നതിന്റെ മുന്നുള്ള റോഡ് ഇതായിരിക്കും ശരിക്കും അല്ലേ ഇതൊക്കെ ആ സൈഡിലൊക്കെ കല്ലുകളൊക്കെ വീണ്ടിക്കാറില്ല ഇതൊക്കെ ഏത് സമയത്ത് പോയിട്ട് ഇത് മഴക്കാലം നാളൊന്നുമില്ല അത്ര ഡേഞ്ചർ റോഡാണത് ആ ടണൽ വന്നുകൊണ്ട് അത്രയും എന്തായത് ആ റോഡ് ഇതായിരുന്നു എന്നിട്ട് പിന്നെ ഈ പാസ് കാണാൻ ഇങ്ങോട്ടേക്ക് വരാനും വേണ്ടിയിട്ട് ആൾക്കാർ അത്രയും വണ്ടികളൊന്നും പോയി നോക്കിയാൽ അതായത് നമ്മൾ ഒരിക്കലും ഈ ഒരു കാര്യം മനസ്സിലാക്കി ഒരിക്കലും നമ്മൾ ടൂറിസ്റ്റ് മേഖല വന്നിട്ട് ടാക്സി ഡ്രൈവർമാരോട് അഡ്രസ്സ് ചോദിക്കരുത് ഒരിക്കലും ചോദിക്കരുത് കംപ്ലീറ്റ് റോങ് അവർ പറഞ്ഞു തരുന്നത് ഇന്നലെ നമുക്ക് ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് പറഞ്ഞപ്പോൾ റോങ് ആയിട്ട് പറഞ്ഞത് രണ്ടാമത്തേത് ഇപ്പം ഇന്ന് ഇതേമാതിരി മിനിയാന്ന് കുളൂന്നല്ല സിംല നിന്നുണ്ടായി നമുക്ക് ഇഷ്യൂ ഇപ്പോൾ ഇന്ന് അതേമാതിരി നമ്മൾ ഈ പാസ് ചോദിക്കുന്ന സമയത്ത് അവർ എത്രയോ കിലോമീറ്റർ താഴത്തുനിന്ന് പറഞ്ഞ് ആ പാസ് കഴിഞ്ഞ് ഇനി താഴത്തേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നിട്ട് ആ ട്രക്കിൻ്റെ അവിടെ നിന്നാണ് ഞാൻ എന്താക്കുന്നത് ഓരോ ചോദിക്കുമ്പോൾ ലോക്കലോട് ചോദിക്കാം നമുക്ക് അതായത് ഗൂഗിൾ മാപ്പ് ഇല്ല ഗൂഗിൾ മാപ്പ് ഇവിടെ റേഞ്ച് പോയി ഗൂഗിൾ മാപ്പ് പോയി അപ്പോൾ നമ്മൾ ആരോടൊക്കെ ചോദിച്ചാൽ പറ്റും അപ്പോൾ ലോക്കൽ ആൾക്കാരോട് അതായത് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുക അല്ലാതെ ടാക്സി ഡ്രൈവറിനോട് ചോദിക്കാതെ ഫുള്ള് ഫ്രോഡാണ് ഒരിക്കലും ഒരു കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 3-4 അനുഭവം ഉണ്ടായി ഇവിടുന്ന് മണാലിയിൽ നിന്നും ഇവിടുന്നൊക്കെ ആയിട്ട് അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുക ഒരിക്കലും ടാക്സി ഡ്രൈവർമാരോട് ചോദിക്കാൻ നിൽക്കുക ഇപ്പോൾ 13,000 സൗണ്ട് കേൾക്കണമല്ലോ 1700 പാസിൻ്റെ മുകളിലുള്ളത് കാഴ്ച നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒന്നുകൂടി എന്താക്കും ക്ലിയർ ആവും ഓഫ് ടോപ്പിലുള്ളത് തണുപ്പ് സഹിക്കാൻ കഴിയട്ടോ കുറച്ച് താഴേക്ക് പോയേക്കാം താഴെ അങ്ങനെ മറ്റേ നമ്മളെ 4 വീലറിലുള്ള വണ്ടിയും പിന്നെ കുതിര സവാരിയൊക്കെ ഉണ്ട് പോയേക്കാം താഴേക്ക് കുതിരക്ക് ഒരു പ്രത്യേക തടിയിലേ ചെറുതാണ്
ഒരു ട്രക്ക് ഒരു ഫോറിനൊക്കെ കാറ് വായിക്കാം. അവിടെ കുറച്ച് ചെറിയൊരു വെള്ളം കാണുന്നുണ്ട്. ഞാൻ കുറേ താഴേക്കത്ത് വന്ന് ഇപ്പോൾ ഇവിടെ താഴേക്ക് കുറേ അറിയുമ്പോൾ കാറ്റ് കുറച്ച് കുറവുണ്ട്. കാറ്റ് മേലെ തന്നെ ഉള്ളത്. ഇവിടെ ഒരു എനിക്ക് കുതിരൻ്റെ മുകളിൽ കയറി അവിടെ മേലെ പോകണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എന്തെന്നുള്ള അറിയില്ല. കാരണം അത് രണ്ടാളും മേലാണ് വണ്ടിയിലായിട്ട്. ഫൈനലി ഞാൻ ഈ ചെറിയൊരു തടാകത്തിന് എത്തിയിട്ട്, പക്ഷേ ഇത് കാണില്ല കേട്ടോ. അതുപോലെയൊക്കെ ഐസായി പോയിക്കണം. ഇത് ഫുൾ ഐസാണ്. ഇതൊക്കെ വെള്ളം കംപ്ലീറ്റ് ഐസാണ്. അപ്പം കാണിച്ചരാ. ഇത് കണ്ട എൻ്റെ നേലക്കൊണ്ട് കണ്ടതല്ല. ഓ കൈ വരെ ഫുൾ ഐസായി. ബർഫ് പിടിക്കാൻ കഴിയില്ല. ഫുൾ ഐസ്. ഫുൾ കൈ മരിച്ച്. ഓ അടിപൊളി ഐസ്. ഈ ലേക്കിനെ കളന്നപ്പോൾ ഐസ് കണ്ട് വെള്ളം ഫുള്ള് മേലൊക്കെ ഫുള്ള് ഫ്രീസാക്കി എടുക്കാനേ. പിന്നെ മഞ്ഞ് മലകളൊക്കെ കറക്റ്റായിട്ട് കാണാൻ. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. മലകളത് അവിടെ കാണണേ. യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ ഇനി ട്രെക്കിങ്ങിലേക്കും ഞാൻ സ്റ്റാർട്ടാക്കും. ഇതൊക്കെ ഒരു എന്താ പറയുക അടിപൊളി. ഫോട്ടോ എടുക്കാനേ നല്ല വരിയാണ്. പാസിനെടുത്തുള്ള ഫോട്ടോ എടുക്കാൻ നല്ല ആഗ്രഹമല്ല. ഫോട്ടോ എടുത്തോ. ഈ അടൽ ടണൽ ഒഴിവാക്കിയിട്ടുള്ളത്, അതായത് ഇപ്പോൾ നമ്മൾ അടൽ ടണൽ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു മറ്റേ ഈ ലേയിലേക്കൊക്കെ പോയതുണ്ടല്ലോ, ആ റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ 10-15 കിലോമീറ്റർ താഴത്തേക്ക് വന്ന് ഇത് താഴേക്ക് ഇപ്പോൾ മണലിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഒരു എന്താ പറയുക അടിപൊളി. പക്ഷെ ഇപ്പോൾ റോഡ് ഇപ്പോൾ കാലിയാണ്. കാരണം എല്ലാവരും അടൽ ടണൽ കൂടെ വരുന്നത് പോകണൊക്കെ. അതുകൊണ്ട് ഒരു റോഡൊക്കെ പണി കഴിപ്പിച്ചിന്. അതുകൊണ്ട് നല്ല റോഡാണ് ഇപ്പോൾ. പക്ഷെ ഇതൊക്കെ ഡേഞ്ചർ റോഡാണ്. കാരണം കല്ല് ഏത് സമയത്ത് കല്ലിങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇതിവിടെ താഴെ ഇനിയിപ്പോൾ കുറച്ച് അടുത്ത് 2 ഒരു എയർപിൻ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട് കാണുന്നുണ്ട്. ഇവിടെ താഴത്ത് മേലെ നിന്ന് കാണുന്നുണ്ട്. അവിടെ ഒന്ന് നിർത്താൻ പറ്റും. കാരണം നല്ലൊരു ഫുൾ എയർപിൻ ബെൻഡായിട്ട് നല്ല റോഡാണ് കേട്ടോ. ഫുള്ള് റോഡൊക്കെ നല്ലതാണ്. പക്ഷേ കല്ല് വീഴാൻ ഇങ്ങനെ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് കല്ല് ഓൾറെഡി വീണ് ഇങ്ങനെ താഴത്തേക്ക് എടുക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ അതൊരു തടാകം പോലെ കെട്ടി വെച്ചിന്. ഡാമാണോ ഡാമല്ല, ഒരു വെള്ളം ഇങ്ങനെ ഡാം എന്നാണോ എന്നറിയില്ല. ഒരു പിടിച്ച് വെച്ചിട്ട് മനസ്സിലാവും. ഞങ്ങളുടെ വേണ്ട അവിടെ ഒരു കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ പാറകളൊക്കെ നമ്മൾ പഴയ റൂട്ടിൽ തിരിച്ചു പോകാൻ കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാൻ വണ്ടിക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങോട്ടേക്ക് അവിടെ ഇറങ്ങിയാൽ ക്യാമ്പ് ചെയ്യാം. രാത്രിയൊക്കെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ക്യാമ്പ് ചെയ്യാൻ ടെൻ്റൊക്കെ കെട്ടിയിട്ട് താമസിക്കാൻ പറ്റും. അതിന് പറ്റിയ സ്ഥലമാണ്. അടിപൊളി. നല്ല ഡേഞ്ചർ റോഡാണ് കേട്ടോ. താഴെക്കൂടെ എടുത്ത താഴെ വെക്കുമ്പോ ഇല്ലില്ല അടുപ്പില്ല. ഇത് ഭയങ്കര ധൈര്യം കേട്ടോ. ഡ്രൈവ് എടുക്കല് അടിപൊളി കേട്ടോ. മലകളൊക്കെ കെടുക്കണൊക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ വന്നത്. ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോവാം. അധികം മുന്നോട്ട് പോകില്ല. എനിക്ക് പേടിയാവുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കും നോ ഹറി നോ വെറി. കൂടുതൽ സ്പീഡ് പോകണ്ട. കൂടുതൽ